ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ രാജി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ലീവിന് വരുമോ ഇല്ലയോ എന്നിട്ട് കൺഫേം ആവാതിരുന്ന അച്ചാച്ചൻ ലീവിന് വന്നിട്ടുണ്ട്. അങ്ങനെ 30 ദിവസം ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് വെളിയിലേക്കൊക്കെ ഒന്ന് പോയി ഇറങ്ങി വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡിയായി കേട്ടോ. ഞങ്ങൾ 4 പേരും റെഡിയായി വെളിയിലേക്ക് ഇറങ്ങിയപ്പം ചെറുതായിട്ടൊരു മഴച്ചാറ്റിൽ. ആ മഴച്ചാറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മളിലെ മഞ്ഞ് വീടില്ലേ അതുപോലത്തെ ഒരു ക്ലൈമറ്റും അതുപോലത്തെ ഒരു രീതി. അപ്പോൾ ആ ഇതിൽ ഇറങ്ങിയ പനി പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഒരുങ്ങിക്കെട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെ എൻ്റെ കുഞ്ഞുമണീസിന് ഇഷ്ടമുള്ള കാര്യമല്ല. അവർ പെതുക്കി അങ്ങ് തുടങ്ങി ബാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു എന്നാൽ ബാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുട എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടാ മഴ വീഴുന്നു എന്ന് പോലും തോന്നത്തില്ല കേട്ടോ. അതുപോലത്തെ ഒരു ഇങ്ങനെ മഞ്ഞ് തുള്ളികൾ വീഴില്ല, അതേപോലത്തെ ഒരു മഴച്ചാറ്റിൽ കേട്ടോ. അത് രാവിലെ തൊട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇത് ഞങ്ങൾ പോകുന്നത് ശരിക്കും സൺഡേയിലാണ് കേട്ടോ. രാവിലെ ഞാനും കുഞ്ഞുമണീസും പള്ളിയിലൊക്കെ പോയി. അവർക്ക് സൺഡേ സ്കൂളിൻ്റെ ആനുവൽ എക്സാം ആയിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയതേ ഉള്ളൂ കേട്ടോ. 4 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. ഒരു കുടയോടെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചില്ല. ലാസ്റ്റ് നോക്കി അപ്പനും മക്കളൂടെ കുടയ്ക്കകത്ത് കയറിപ്പോയി. ഞാൻ മാത്രം നനഞ്ഞുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 3 പേരുടെ പിന്നെ കുടയ്ക്കകത്ത് കയറി ഇങ്ങനെ പെതുക്കെ നടന്ന് പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടും അല്ല ഈ പോകുന്നത്, ഓറിയമ്മാളിലേക്ക് പോവുകയാണ് കേട്ടോ. ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ലീവിന് അച്ചാച്ചൻ വന്നപ്പോഴാണ് കുഞ്ഞുമണീസിനെയും കൊണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയത്. പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊറിയമ്മാളുടെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ ഒരു ചാറ്റൽ വന്നു. നോക്കി വലിയ ആൾ തലയിലൊക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓട്ടമാണ്. ഞാൻ നേരെ കുടയൊക്കെ പിടിച്ചു, കാരണം അവരപ്പനും മക്കളൂടെ മുന്നമേ അങ്ങ് ഓടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുടയൊക്കെ പിടിച്ച് പെതുക്കെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം ഇച്ചിരി ശക്തി ഉണ്ട് മഴയ്ക്ക്. കണ്ടില്ലേ വെള്ളമൊക്കെ വീണ് കിടക്കുന്നത്. അതുപോലെ മഴ പെയ്തു. അതുപോലെ തന്നെ ഇപ്പം നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. ബാംഗ്ലൂർ അത്യാവശ്യം നല്ലൊരു തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചുമ്മാ ഇറങ്ങിയത്, ഒരാവശ്യം ഉണ്ടായിട്ട് ഇറങ്ങിയതല്ല, ചുമ്മാ ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ കയറി ഒന്ന് കറങ്ങി വെച്ചൊക്കെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ സെക്ഷനിൽ പോകാം. നമുക്ക് വേറെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് കയറി കേട്ടോ. അവിടെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നത് കൊണ്ട് ആ ഒരു ബേസിൽ കുറേ കളക്ഷനോടൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പിന്നെ ആദ്യം തന്നെ അങ്ങ് കയറാമെന്ന് വെച്ചു. ഇനിയിപ്പം വരവൊക്കെ ചിലപ്പോൾ കണക്കായിരിക്കും. ഇനിയിപ്പോൾ കുഞ്ഞുമണീസിനൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ വരും, നമ്മൾ നാട്ടിലോട്ടുമൊക്കെ പോകും. അപ്പം പിന്നെ വീണ്ടും ഒന്ന് വരാനൊക്കെ പറ്റത്തില്ല. അതുമല്ല ഇപ്പോൾ തണുപ്പായതുകൊണ്ട് സ്വെറ്ററിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അത്യാവശ്യം 1-2 എണ്ണം കുഞ്ഞുങ്ങൾക്കുണ്ട് കേട്ടോ. ഒന്നുകൂടെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. വലിയ ആൾ അവർക്ക് വേണ്ടുന്നതൊക്കെ നോക്കുന്നുണ്ട്, ഏത് വേണമെന്ന്. കൊച്ചാളാണെങ്കിൽ കാഴ്ചകൾ കാണുന്നതിൻ്റെ ധൃതിയിലായിരുന്നു. അപ്പോൾ അച്ചാച്ചൻ വന്നിട്ട് ചോദിച്ചു, പെങ്കൊച്ചേ നിനക്കൊന്നും വേണമെങ്കിൽ അവർ നോക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഓടിപ്പോയി കേട്ടോ. അവൾ ഓടിപ്പോയി വേറെ ഏതാണ്ടൊക്കെയാണ് നോക്കിയത് കേട്ടോ. സ്വെറ്ററൊന്നുമല്ല, ആ ടൈപ്പൊന്നുമല്ല. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, നമുക്ക് ഇച്ചിരി സ്വെറ്റർ രീതിയിലുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ നോക്കി. അവർക്ക് 2 പേർക്കും ഓരോന്നെടുത്തു. പിന്നെ കുറച്ച് പാൻറ്റും ഷർട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ നാട്ടിലോട്ട് പോകുന്നതുകൊണ്ട് 1-2 ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ കുറേ കറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ പുറകെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും മലയാളികളായിരുന്നു കേട്ടോ. അവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സെക്ഷനിൽ വന്ന ആൾക്കാർ മുഴുവനും മലയാളീസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഇതിലേക്ക് നടന്നു കേട്ടോ. ചുമ്മാ സമയം പോകാനായിട്ട് തന്നെയാണ് മെയിൻ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വിലയൊക്കെ നോക്കി നടക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അപ്പം നമ്മുടെ സമയവും പോയി കിട്ടും, നമുക്ക് എല്ലാം ഒന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നടന്നത് കേട്ടോ. കുറേ നേരം വെറുതെ നടന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലിങ്ങിലേക്ക് വന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. കുഞ്ഞുമണീസിനാണെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ട്രെയിന് ഇങ്ങനെ പോകുന്ന സാധനങ്ങൾ കളിക്കാനുള്ളത്. കൊച്ചാളിത് അവിടെ കളിക്കാൻ കയറി, വലിയ ആൾ അതിന് ചുറ്റും ഇങ്ങനെ ആ സ്കൂട്ടി ടൈപ്പ് ഉണ്ടല്ലോ അതിലിങ്ങനെ കറങ്ങുകയും ചെയ്തു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കോർട്ടിൽ പോകാം, ഫുഡൊക്കെ കഴിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബാക്കിൽ കണ്ട ഒരു കട കണ്ടില്ലേ, അതൊരു എത്തനിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ്. ഇതിനു മുമ്പ് ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടോട്ടൊന്ന് ചുമ്മാ കയറി. കാരണം നമ്മൾ 4 പേരുടെ ഒരു ക്രിസ്മസ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്, ഒരു ഷോട്ടെ. അപ്പോൾ അതിന് ഓരോരുത്തർക്കും കിട്ടിയ ഫ്രണ്ടിന് വേണ്ടുന്ന ഗിഫ്റ്റ് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്യലായിരുന്നു ഞങ്ങൾ 4 പേരുടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി കേട്ടോ. ഏറ്റവും മേളിലാണ് ഫുഡ് കോർട്ട്, നമ്മുടെ തിയേറ്റർ അങ്ങനെയുള്ളതെല്ലാം വരുന്നത്. അങ്ങനെ ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് ചെന്നപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 6 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം വാങ്ങിക്കിട്ട് പോവാം, എന്നിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചു കേട്ടോ. അന്നേരം
അച്ഛൻ KFCയിലോട്ട് പോയി, ഞങ്ങൾ നേരെ വാഫൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടോട്ട് വന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ടൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഏതെടുത്താലും ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 2 വാങ്ങിയപ്പോൾ നമുക്ക് 2 ഫ്രീ കിട്ടി. പിന്നെ കുട്ടി കുട്ടി പാൻ കേക്ക്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് വന്നു, ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു. കാരണം ഇനിയിപ്പോൾ 1-2 ഐറ്റംസ് നമുക്ക് നമ്മുടെ കിച്ചൺ സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ട് നേരെ ഞങ്ങൾ ഓൾമാർട്ടിലോട്ട് വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് 1-2 ഐറ്റംസ് കൂടെ എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാം. ഏകദേശം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുമണീസ് 2 ആ ബാസ്ക്കറ്റും ഒക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പുണ്ട്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തുള്ള കാര്യത്തിന്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു, എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ചുറ്റും നടന്നു. ഇവിടെയും ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. ക്രിസ്മസ് അടുത്തുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഐറ്റം മുഴുവനും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷനായിട്ട്. അപ്പം നമ്മൾ എല്ലാം നോക്കിക്കണ്ടതല്ലാതെ ഒന്നും വാങ്ങിയില്ല, കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നാട്ടിൽ പോകണമെന്നുള്ളത് കൊണ്ട് വേറെ ഒന്നും വാങ്ങാൻ തീരുമാനിച്ചില്ല കേട്ടോ. എല്ലാത്തിനും ഒരു 25-50% ഓഫറുകളും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയപ്പോഴാണ് കുറേ പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസിനെല്ലാം കുറേ ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. ഇനിയിപ്പോൾ ക്രിസ്മസ് അടുക്കുമ്പോഴത്തേന് കുറേ ഓഫറും കാര്യങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. പ്രത്യേകിച്ച് കേക്കും കാര്യങ്ങളും ഒക്കെ ഇനിയിപ്പോൾ ഒരായിരിക്കും വരുന്നത്. ഞങ്ങളിപ്പോൾ 1-ാം തീയതി 2-ാം തീയതി ചെന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പം അതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബില്ലിങ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോകാം. ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പിറ്റേ ദിവസം മൺഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ഇനി നിന്നാൽ താമസിക്കും, കുഞ്ഞുമണീസും അതുപോലെ ഉറങ്ങാൻ താമസിക്കും. ഏകദേശം ഒരു 8:30 ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉറക്കിക്കും കേട്ടോ. എന്നാലേ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പെല്ലാം തീർക്കണമെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയേ പറ്റൂ, കാരണം നടന്നാണല്ലോ നമ്മൾ വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ട്, ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് എടുക്കുമ്പോഴേക്കും ഇതിലും കൂടുതൽ ലൈറ്റിങ്ങും ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ കാണും. കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ട വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ അറിയാം. അപ്പോൾ ഈ വർഷം ഒന്നുകൂടെ വരാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ വന്നൊന്നുകൂടെ ഇട്ടേക്കാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.